ഹായ് സുഹൃത്തുക്കളെ, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേളാരിയിലാട്ടോ. ചേളാരി വലിയ മാറ്റങ്ങളാട്ടോ വന്നത്. ചേളാരിയൊക്കെ ഇപ്പം വന്ന് നിങ്ങൾ നേരിൽ കാണണം. ചേളാരി കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചേളാരിലേക്ക് പോവുകയാണ്. അപ്പോൾ പാണമ്പ്ര ഭാഗത്താണ് ഇപ്പം ഉള്ളത് കേട്ടോ. പാണമ്പ്ര ഒരു വലിയ അപകട മേഖലയായിരുന്നു. ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമായിരുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ച സ്ഥലമായിരുന്നു. അത് ഒരു നല്ലൊരു വളവായിരുന്നു. ആ വളവൊക്കെ ഇപ്പം ഒഴിവായി. ഇപ്പം ഇനി പാണമ്പ്ര വളവ് എന്നാരും പറയില്ല കേട്ടോ. അങ്ങനെ ഒരു വളവ് പാണമ്പ്രയിലില്ല. ആ വളവ് നിവർന്നിട്ടാണ് ഇപ്പം പുതിയ അലൈൻമെൻറ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തെ പാണമ്പ്ര ഇവിടെ ചെറിയ ഒരു മിനി അണ്ടർപാസ്, വെഹിക്കിൾ അണ്ടർപാസ് വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി വാഹനങ്ങൾ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം ആ മിനി വെഹിക്കിൾ അണ്ടർപാസിന് ഇതിന് ലെവലായിട്ട് ബ്ലോക്ക് കട്ടകൾ വെച്ച് ഉയർത്തി കൊണ്ടുവരികയാണ്. ആ ഭാഗത്ത് മണ്ണൊക്കെ ഇട്ടിട്ട് പൊന്തിച്ച് വരികയാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലേ നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണാം. കണ്ടോ, ആ പാണമ്പ്ര പള്ളിയാണ്. നമ്മളാ വീഡിയോ നിങ്ങൾ ആ ഫുൾ സ്ക്രീനിൽ കാണിട്ടോ. നല്ല പച്ചപ്പുള്ള ഭാഗങ്ങൾ, നല്ല സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ ഫുൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫുൾ സ്ക്രീനിൽ കാണാൻ പറയുന്നത്. അപ്പോൾ പാണമ്പ്ര വളവ് ഒഴിവാക്കിയിട്ട് ഒരു അലൈൻമെൻറ്റിൽ നേരെ അങ്ങോട്ട് പോവുക കേട്ടോ. ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ കാണാനുള്ള ചേളാരി ഭാഗമാണ്. ചേളാരി വന്ന മാറ്റങ്ങളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ഈ പുതിയ ഹൈവേ, ഇപ്പം നമ്മൾ പണി കഴിഞ്ഞ ഹൈവേയിലെ വർക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എത്രത്തോളം അങ്ങനെ പോയി നോക്കുക. നമ്മൾ താഴെ ചേളാരി, മേലെ ചേളാരി, ആ ഭാഗത്ത് കൂടെ അവിടുത്തെ വർക്കുകളൊക്കെയാണ് ഇപ്പം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കാനുള്ളത്. ഇപ്പം മേലെ ചേളാരി ഭാഗത്തേക്കാണ് പോകുന്നത്. മേലെ ചേളാരി താഴ്ന്നിട്ടാണ് റോഡ് പോയത്. അവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. ഓവർപാസൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഈ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് അതിൻ്റെ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്ത് ബലപ്പെടുത്തി ഒക്കെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ 2 ഡ്രെയിനേജുകൾ, 2 ഭാഗത്തും ഹൈവേൻ്റെ 2 ഭാഗത്തും ചെറിയ ഡ്രെയിനേജുകളൊക്കെ ഉണ്ട്. അപ്പം മേലെ ചേളാരി ഓവർപാസിൻ്റെ ആ ചോട്ടിൽ കൂടി നമ്മൾ അങ്ങോട്ട് താഴെ ചേളാരിയിലേക്ക് പോവാണ്. ഇവിടെ IOC ആ പെട്രോൾ പമ്പിൻ്റെ ഒക്കെ മുൻവശം എല്ലാം താഴ്ന്നിട്ട് ഇവിടെ ഒരു കുറച്ച് അത്യാവശ്യം താഴ്ന്നിട്ട് തന്നെയാണ് ഈ ഭാഗത്ത് റോഡ് കടന്നു പോയത്. ആറുവരി പാതയിലെ ടാറിങ് പോർട്ടുകളൊക്കെ കഴിഞ്ഞ് എൻ്റെ സെൻറ്ററിൽ ഡിവൈഡറുകളൊക്കെ സ്ഥാപിക്കാറുള്ളൂ കേട്ടോ. നേരെ നമ്മളെ അത് അണ്ടർപാസിൻ്റെ മേലെ ചേളാരി അണ്ടർപാസിലേക്ക് അങ്ങനെ അങ്ങോട്ട് കയറുക കേട്ടോ. നമ്മൾ ആദ്യം ഒക്കെ ഈ പണി കഴിയുന്നതിൻ്റെ മുന്നേ ഇതിലെ പോകുമ്പം എങ്ങനെയപ്പോൾ ഈ താഴെ ഈ അണ്ടർപാസിലേക്ക് കയറുക. അവിടെ ഒരു അപ്പം ആ വന്ന് നോക്കുമ്പം ആ സ്ലോപ്പും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പം നമ്മൾ ഈ അണ്ടർപാസിൻ്റെ മേലെ ഏകദേശം ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഹൈറ്റിലാണ് ഈ അണ്ടർപാസ് കടന്നു പോയത് കേട്ടോ. അങ്ങാടിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ ഹൈവേ കൂടെ അങ്ങോട്ട് അടിച്ച് മിന്നിച്ച് പോകുമ്പോൾ എവിടെ എത്തിയെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ. ഇതിൻ്റെ ഈ റോഡിൽ കൂടി നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഓരോ ലാൻഡ് മാർക്ക് ഉണ്ടാവുമല്ലോ, ഇന്ന സ്ഥലത്ത് എന്നുള്ളത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് രാത്രികളിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ എത്തിയെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
ആ രീതിയിൽ ആയിരിക്കും നമ്മളിപ്പോൾ ഈ റോഡ് പോകുന്നതും. ഒരു ഭാഗത്ത് 3 ട്രാക്ക് റോഡുകൾ. അതിൽ പറയുന്നത് ചരക്ക് വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡ്, മീഡിയം വാഹനങ്ങൾ സെൻറ്റർ, സ്പീഡ് പിന്നെ 3ാമത്തെ ട്രാക്ക് സ്പീഡ് ട്രാക്കാണ്. അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഘടന പറയുന്നത്. അപ്പോൾ ടാറിങ് ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ചിട്ട് നമുക്ക് ഈ മേലച്ചാളാരി അണ്ടർപാസിൻ്റെ ആ ഭാഗത്തു കൂടെ ഒന്ന് പോയി നോക്കാം. ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ മുന്നേ കാണിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഒന്നും കൂടി നമ്മൾ കാണിക്കുകയാണ്. ഈ സ്ഥലം ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ ഭാഗത്ത് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമസ്തൻ്റെ തന്നെ ഒരു വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു പോയിട്ടാണ് ഈ സർവീസ് റോഡ് ഇവിടെ നിലവിൽ വന്നത്. ഇവിടെയാണ് ആ ഓവർപാസ്. നമ്മളിതിൻ്റെ താഴെ കൂടെയാണ്, ആ റോഡിൽ കൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ രാമനാട്ടുകര മുതൽ ഈ മലപ്പുറം റീച്ചിൻ്റെ വർക്കുകൾ, ഈ തലപ്പാറ വരെയുള്ള വർക്കുകൾ ഏകദേശം ഒരു 75% പൂർത്തിയായി എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി അതിനിടയിൽ ചെറിയ 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 സ്ഥലങ്ങളിൽ മാത്രമാണ് വർക്ക് ഫിനിഷ് ആവാത്തത്. അപ്പോൾ രാമനാട്ടുകര ഞാൻ ഇതേമാതിരി വീഡിയോ എടുക്കുമ്പം സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്തുനിന്ന് റോഡുമായിട്ട് ബന്ധപ്പെട്ട KNRCയുടെ ഒരാളെ കണ്ടു. അയാളായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്നാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്ക് കഴിയുക എന്നുള്ളത്, എന്ന് തീരുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞാൽ മാർച്ചോട് കൂടി നമ്മൾ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു ഏത് മാർച്ച് എന്നാണ്. അങ്ങനെ അടുത്ത മാർച്ച് 2024 മാർച്ചിൽ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് അത്ര അങ്ങോട്ട് വിശ്വാസത്തിൽ എനിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് രാമനാട്ടുകര മുതൽ തലപ്പാറ വരെയുള്ള ഭാഗങ്ങൾ മാർച്ചോട് കൂടി ഇനി അപ്പം 3 വർക്ക് അയാൾ പറഞ്ഞു, അയാൾ ഇതായിട്ട് കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞു 3 മാസം കൊണ്ട് ഞങ്ങൾ ഈ വർക്ക് തീർക്കും, ഇത്രയും ഭാഗം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം ഇത്രയും ഭാഗങ്ങളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ നമ്മോട് പറഞ്ഞു. ഈ തീരാത്ത ചില ഭാഗങ്ങൾ മാത്രം ഞങ്ങൾ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് ബാക്കി ഭാഗങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അതുമല്ല സർവീസ് റോഡിൻ്റെ വർക്കുകൾ തന്നെ ഒരുപാട് ബെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇവിടെ എത്തി. ഇവിടെ പഠിക്കൽ ഇതേമാതിരി കുറച്ച് ഭാഗം ഈ വർക്ക് തീരാനായിട്ടുണ്ട്. ഇവിടെ ബ്ലോക്ക് കട്ടകളൊക്കെ വെച്ച് അതിൻ്റെ ഹൈറ്റിലേക്ക്, അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് ഉയർന്നു വരാനുണ്ട്. ചെറിയ പണി അവിടെ ബാക്കിയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വെളിമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ വർക്ക് നടന്നു. ചെറിയ 1-2 സ്ഥലത്ത് മാത്രം ഇവിടെ വർക്ക് പെൻഡിങ്. ഇവിടെ വെളിമുക്കിൻ്റെയും പഠിക്കലിൻ്റെ ഇടയിൽ അത്രയും ഭാഗം ശരിക്കും ഒരു 10-200 മീറ്റർ ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചതാണ്. ഈ ഭാഗത്താണ് വർക്ക് പെൻഡിങ്ങുള്ളത്. അത് ഇപ്പോൾ അടുത്ത് നടക്കും. വലിയൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ഇവിടെ ചെറിയൊരു മിനി വെഹിക്കിൾ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിലേ ആണ് ഇവിടെ വന്നത് ഈ കാണുന്നത്. അതിപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു അണ്ടർപാസ്സാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഡ്രെയിനേജ് ആയിരിക്കും അതിൽ. അപ്പോൾ അത് അണ്ടർപാസ്സാണ്. ചെറിയ വാഹനങ്ങൾ, ബൈക്കോ ചെറിയ കാറുകൾക്കൊക്കെ കടന്നു പോകാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേ തലപ്പാറ വരെയുള്ള ഭാഗങ്ങൾ മൊത്തമായിട്ട് പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഭാഗത്തു കൂടെ ഞമ്മൊന്ന് പോയി വെക്കാം. റോഡ് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ NH 66 നാഷണൽ ഹൈവേ 1650 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെയുള്ള ദൈർഘ്യം. അതിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു സ്ഥലം കേരളത്തിലാണ്. 650 കിലോമീറ്റർ, 639 കിലോമീറ്റർ അങ്ങനത്താണ് അതിൻ്റെ കണക്ക് പറഞ്ഞത്. അതായത് മുംബൈയിലെ പനവേൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന റോഡ്. അത് പനവേൽ തുടങ്ങി മഹാരാഷ്ട്ര, ഗോവ, കർണാടക,
കേരളം, തമിഴ്നാട് ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന റോഡ്. നമുക്ക് ബോംബെയിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള റോഡ് ഈ റോഡാണ്. ഈ മഹാരാഷ്ട്ര പിന്നെ ആ ഭാഗങ്ങളിൽ അവിടെയൊക്കെ 60 മീറ്റർ വീതിയിലാണ് ഈ റോഡിന് സ്ഥലം എടുത്തത്. മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ. പക്ഷെ കേരളത്തിലും ഗോവയിലും മാത്രമാണ് 45 മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ ജനസാന്ദ്രതയും ഒക്കെ പിന്നെ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ വിലയൊക്കെ പരിഗണിച്ചിട്ടാണ് 45 മീറ്ററിൽ ഒതുക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 45 മീറ്റർ റോഡ് തന്നെയാണ് കേട്ടോ, വേറെ ഏരിയകളൊന്നുമില്ല. 2 സർവീസ് റോഡും പിന്നെ ഈ 6 വരി പാതൊക്കെ വരുമ്പോഴത്തേന് ആ 45 മീറ്ററിൽ ശരിക്കും റോഡ് മുഴുവനായി പോകും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഭാഗത്ത് ഈ ഓട്ടോ സ്റ്റാൻഡുകൾ, അതേമാതിരി ബസ് സ്റ്റോപ്പുകൾ, ഇത്തരം സംഗതികൾക്കൊന്നും സ്ഥലമില്ലാതെ വരും. ശരിക്കും ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഈ സർവീസ് റോഡിൻ്റെ മുകളിൽ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ തലപ്പാറ BPCL പെട്രോൾ പമ്പിൻ്റെ ഒക്കെ മുൻവശത്ത് അവിടെ ചമ്മാട് ഭാഗത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ്സാണ് വരുന്നത്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ വരെ ടാറിങ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ആയി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് കുറച്ച് ഇപ്പോൾ നോക്കിയിട്ട് തന്നെ കാണുന്ന കുറച്ച് ഡിലേ ആയിട്ട് കാണുന്നുണ്ട്. കാരണം സർവീസ് റോഡുകൾ നിലവിൽ വന്നാലാണ് ഹൈവേയുടെ വർക്കുകൾ ശരിക്കും വേഗത്തിലാവുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുകൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ആ ഡിലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.